ഗൈസ്, അപ്പോൾ നമ്മൾ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ആഞ്ഞില ചക്കേൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് പറിക്കാൻ പോകുന്നത്. പക്ഷെ നമുക്ക് അന്നത് പഴുത്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നമുക്ക് കുറേ കിട്ടിയിട്ടുണ്ട്, കുറേ അല്ല അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ പഴുത്തിട്ടുണ്ട്, ഇനിയും ഉണ്ട്, പക്ഷെ അല്ല അതൊന്നും പഴുത്തിട്ടില്ല. ഇപ്പം ഇതൊക്കെ പഴുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് കഴിച്ചിട്ടില്ല എന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കണ്ടില്ലേ? ജസ്റ്റ് ഒന്ന് പ്രൊഫൈലിൽ കയറി ചെക്ക് ചെയ്ത് നോക്ക്, അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊളിച്ച് ഇതൊന്ന് കഴിച്ച് നോക്കി. ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് കഴിച്ച് നോക്കാം. അപ്പം ഇതാണ് സാധനം. ആകെ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്നൊക്കെ നോക്കാം. നല്ല പഴുത്തിട്ടുണ്ട്, തൊടുമ്പം തന്നെ അമുങ്ങണുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് പൊളിച്ച് നോക്കാം. അയ്യോ, കുഞ്ഞു 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 കുരുവികൾ. നമുക്ക് ഇതിൽ നിന്ന് ഒന്നെടുത്ത് കഴിച്ച് നോക്കാം. എനിക്കിപ്പോൾ ടേസ്റ്റ് മനസ്സിലായി. എനിക്ക് ചെറുതായിട്ടൊരു പനിയുണ്ട്, അപ്പോൾ അതാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് ടേസ്റ്റ് മനസ്സിലാവുമെന്ന് അറിയില്ല. നമുക്കൊന്ന് കഴിച്ചു. ചെറിയൊരു പുളിയുണ്ട്, മധുരമുണ്ട്. ഇപ്പോൾ ടേസ്റ്റ് മനസ്സിലാവുന്നുണ്ട്. നല്ല രസമുണ്ട്. ഈ കുഞ്ഞിതായതുകൊണ്ടേ എന്താ ക്യൂട്ടാ നോക്ക്. അപ്പം ഇതിൻ്റെ ആഗ്രഹം തരുന്നുണ്ട്. ഇത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇത് കാണുന്ന സമയത്ത് ഞാൻ വിചാരിക്കും എനിക്ക് കഴിക്കാൻ പറ്റുന്നത്. പക്ഷേ അതാണ് നല്ല ടേസ്റ്റ് ഉണ്ട്. അതിന് കുരു ഉണ്ടല്ലോ, ഇത് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വെച്ചിട്ട് എന്താണ് വറുത്തിട്ട് കഴിക്കുന്നു. പക്ഷെ അത് ഞാൻ കഴിച്ചിട്ടല്ലോ. ഇത് നമുക്ക് ഇതിനെ കൊണ്ട് വറുത്ത് അമ്മനെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ച് നോക്കാം. ഉണക്കിയിട്ട് വറുത്തിട്ട് കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഞാൻ കഴിച്ചിട്ടില്ല. നമുക്ക് അതും ട്രൈ ചെയ്തു. അപ്പം ഇതാണ് സാധനം. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എന്തായാലും പറഞ്ഞിരുന്നല്ലോ കഴിച്ചിട്ടില്ല എന്ന്. അപ്പം എനിക്കിത് കിട്ടിയപ്പം എന്തായാലും നിങ്ങളെയും കൂടെ കാണിക്കാൻ വിചാരിച്ചു. പിന്നെ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങളും കൂടെ കണ്ടിട്ട് വിചാരിച്ചു നമുക്ക് ഇത് അമ്മക്കും കൂടെ ടേസ്റ്റ് ചെയ്യാൻ വന്നത്. അമ്മയ്ക്ക് തിന്നിട്ടുണ്ട്, ഞാനാണ് തിന്നാത്തത്. അപ്പം നമുക്ക് ഇത് അമ്മക്കും കൂടെ കൊടുക്കാം. അമ്മയ്ക്ക് ഇത് കഴിച്ചിട്ടുണ്ട്, ഞാനാണ് കഴിക്കാത്തത്. അമ്മക്കിനെ പറ്റി എന്താ പറയുന്നത്? ഇതാ ഇത് ഇപ്പൊ ഒരെണ്ണല്ലേ നിങ്ങളെ കഴിക്കുന്നത്. ഞങ്ങളൊരു ചാക്കാണ് എടുത്ത് വെക്കുക. പറമ്പിൽ നിന്ന് പറിച്ചിട്ട് ചാക്കിലാക്കി വെക്കും. എന്നിട്ട് ഞങ്ങളുടെ വെക്കേഷൻ കാലം ഏപ്രിൽ മെയ് മാസം, മാർച്ച് ഏപ്രിൽ പരീക്ഷ ഇടയ്ക്ക് തുടങ്ങും. ഈ സാധനത്തിന്റെ സമയമായിട്ടുണ്ട്. എന്നിട്ട് ഇതുണ്ട, അതിന്റെ കൂടി ഉണ്ടാ. ഇതിപ്പോ ഒരെണ്ണല്ലേ ഉള്ളൂ. ഞങ്ങൾ പോയി മരത്തിന്റെ ചോട്ടിൽ പോയി ഇരുന്ന് കുത്തി പിടിച്ചിരുന്ന് ഇറക്കിയെടുത്ത് നമ്മള് കപ്പലിന്റെ ഒക്കെ വറക്കുന്ന പോലെ ചട്ടിയിലിട്ട് വറക്കും. വറുത്തിട്ട് എന്താണെന്നുണ്ടെങ്കിൽ തുണിയിൽ കിഴിട്ടി വെക്കും. എന്നിട്ട് അതിന്റെ മീതെ പൊരിപ്പലുണ്ടാവും. അതൊക്കെ ഇങ്ങനെ നാഴി വെച്ചിട്ട് ഇങ്ങനെ ഞരടി കഴിഞ്ഞിട്ട് പിന്നെയും തുണിയിൽ കിട്ടി വെക്കും, കിഴി കെട്ടി വെക്കും അമ്മ, എന്റെ അമ്മ. എന്നിട്ട് കട്ടൻ ചായ കൂട്ടി കഴിക്കും. എന്ത് ടേസ്റ്റാന്ന് അറിയാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ നമ്മളിതൊന്നും തിന്നൂല. എന്ന് വെച്ചാൽ പവാലി ചപ്പ് ചെയ്ത് മറ്റേ സുഖം വരും എന്നൊക്കെ പറയും. പക്ഷെ പണ്ട് അങ്ങനെയല്ല. നിറച്ച് ഇതിന്റെ ചുറ്റും ഇങ്ങനെ തിന്നിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ കായ മുഴുവൻ കറക്കിയെടുക്കും. ഇതിന് ആഞ്ഞിലിക്കുരു എന്ന് പറയും. ആഞ്ഞിലിക്കുരു മുഴുവൻ കറക്കിയെടുത്ത് കഴുകി ഉണക്കും ആദ്യം തന്നെ. എന്നിട്ട് ചട്ടിയിലിട്ട് വറുത്ത് ആവും. ചെയ്തോക്ക് രണ്ടൂന്നെണ്ണം കിട്ടിയിട്ട് കാര്യമില്ല. ഇതുണ്ട്, ഇതിന്റെ ടേസ്റ്റ് ഉണ്ടാ. ഇതിങ്ങനെയല്ല, ഇതിങ്ങനെ അങ്ങനെയല്ല. ഇത് ഊട്ടിയെടുത്തിട്ട് ഈ ഞെട്ടുമ്മലും മുഴുവനും ചൊളയിട്ട് നല്ല നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ്. ഇതിപ്പം മറ്റേ നമ്മള് കടയിലല്ല വരാപ്പുഴ ഭാഗത്തോട്ടൊക്കെ പോകുമ്പോ വഴിയരികിലൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. 250 രൂപയൊക്കെ കിലോ ആയിട്ട്. എന്തൊക്കെയോ മീൻസ് പവർ ഉണ്ടെന്ന് തോന്നും. അങ്ങനെ ചക്ക ചതച്ചില്ല, മറിച്ച് ചൊളയുണ്ട്. പിന്നെ ഇവിടെ പറയുന്നത് ആഞ്ഞില ചക്ക എന്നാണ്. അപ്പൊ പിന്നെ എന്റെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയാൻ പറ്റില്ല. അപ്പം ഇതാണ് ആ സാധനം. അപ്പൊ നിങ്ങൾ എന്തായാലും നിങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണം. നിങ്ങൾ എങ്ങനെയാ എന്താ എന്നൊക്കെ. എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യുന്നതും അല്ലെ എനിക്ക് ഇത് പഴുത്തിട്ട് കിട്ടിയതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് എടുത്തത്. അപ്പം ഈ വീഡിയോ ഇത്രയല്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് ബൈ.